കഴിഞ്ഞ ദിവസം ഇന്നലെ പല ചാനലുകളിലായി പിണറായി വിജയൻ്റെ ഇൻ്റർവ്യൂ വന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീകണ്ഠൻ നായരുടെ ചാനലിൽ 24-ൽ വന്നു, ഞാൻ മനസ്സിലാക്കുന്നത് ഏഷ്യാനെറ്റിൽ വന്നു, അത് കഴിഞ്ഞിട്ട് സിന്ധു സൂര്യകുമാറാൻ തോന്നുന്നു, ബിഗ് ടി വിയിൽ സുജയ പാർവതിക്ക് കൊടുത്തു. അങ്ങനെ പലർക്കും ഇൻ്റർവ്യൂകൾ കൊടുക്കുന്നു. എത്ര മധുരമനോഹരമായിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. കേട്ടാൽ നമ്മൾ സങ്കടപ്പെട്ടു, രോമാഞ്ചം ഉണ്ടാവും. ആ മിസ്റ്റർ പിണറായി വിജയനോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ ചോദ്യം, മുഹമ്മദ് റിയാസ് SFIയുടെയും DYFIയുടെയും നേതാവായിരുന്നു. യാതൊരു തർക്കവുമില്ല, ഒരു തർക്കവുമില്ല. മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ആൾ DYFIയുടെ അഖിലേന്ത്യാ നേതാവായിട്ട് തന്നെ വന്നെന്ന് വിചാരിക്കുക. ഇതിന് മുമ്പും ഇതിന് ശേഷവും ഇനിയും ഉണ്ടല്ലോ, കാലമുണ്ടല്ലോ. പിണറായി വിജയൻ ഇനിയും ഭരണമുണ്ടെങ്കിൽ മൂന്നാം ഭരണമുണ്ട്. മൂന്നാം ഭരണത്തിലേക്ക് വരുമെങ്കിൽ മൂന്നാം ഭരണമുണ്ട്. അല്ലെങ്കിൽ എഴുതി വെച്ചിട്ട് പൊക്കോളൂ. താങ്കൾക്ക് പ്രായമൊക്കെ ആയത് താങ്കൾ ഡയറിയിൽ എഴുതി മക്കളെയുള്ള ചെറുമക്കളെ കൊടുത്തിട്ട് പോകും. ഇനിയുള്ള കാലത്തെങ്കിലും, കഴിഞ്ഞ കാലങ്ങളിലും മുഹമ്മദ് റിയാസ് താങ്കളുടെ മരുമകനായി വന്നില്ലായിരുന്നുവെങ്കിൽ DYFIയുടെ അഖിലേന്ത്യാ നേതാവ് എന്നുള്ള, അല്ലെങ്കിൽ SFIയുടെ നേതാവ് എന്നുള്ള ആ പദവി വെച്ചുകൊണ്ട് മന്ത്രിസ്ഥാനത്ത് വരില്ലായിരുന്നു മിസ്റ്റർ പിണറായി വിജയൻ. ഒരു കാരണവശാലും വരില്ലായിരുന്നു. പ്രത്യേകിച്ച് പൊതുമരാമത്ത് വകുപ്പ് G സുധാകരനെ പോലെയുള്ള വളരെ സീനിയർ ആളുകൾ വഹിച്ചിരുന്ന പൊതുമരാമത്ത് വകുപ്പും വലിയ പബ്ലിസിറ്റി കിട്ടുന്ന ടൂറിസം വകുപ്പും കൊടുക്കില്ലായിരുന്നു. എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിയാവാനുള്ള യോഗ്യതകൾ? താങ്കൾ എന്തിനാണത് മാറ്റിമറിച്ചത്? താങ്കൾ ആര്യ രാജേന്ദ്രന് 25 വയസ്സുകാരിയെ മേയറാക്കി നിർത്തിയപ്പോൾ നാട്ടുകാരെല്ലാം വിചാരിച്ചു, ഓ ചെറുപ്പക്കാരെ ഇടിച്ചു കയറ്റുകയാണെന്ന്. അതിനായിരുന്നില്ല. പക്വതയില്ലാത്ത, പാകതയില്ലാത്ത കൊച്ചു കുട്ടികളെ അടക്കം, SFI പിള്ളേരെ അടക്കം വലിയ കീ പൊസിഷനിൽ കൊണ്ടുവന്നപ്പോൾ പാവപ്പെട്ട ജനങ്ങൾ കേരളത്തിലുള്ളവർ ധരിച്ചു, ഓ പിണറായി വിജയനും CPMും എത്ര മധുര മനോഹരമായിരുന്നില്ല. താങ്കൾക്ക് പാസിഫൈ ചെയ്യണമായിരുന്നു. മുഹമ്മദ് റിയാസിനെ കൊണ്ടുവന്നതിനെ പാസിഫൈ ചെയ്ത ആളുകൾ ബഹളമുണ്ടാക്കരുത്. അതിനുവേണ്ടി താങ്കൾ ഒരു വലിയ നിയമങ്ങൾ കൊണ്ടുവന്നു. 70 വയസ്സ് കഴിഞ്ഞാൽ പറ്റൂല, 2 ടേം കഴിഞ്ഞാൽ പറ്റൂല, ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവന്ന് താങ്കൾ ചിന്താ ജെറോമിനെയും സ്വരാജിനെയും വാസിഫിനെയും വഴിയെ പോയവരെയും കണ്ണി കണ്ടവരെയും വാഴക്കൊലയും അവരെ ഇവരെയൊക്കെ റഹീമിനെയൊക്കെ പിടിച്ച് വളരെ കീ പോസ്റ്റുകളിൽ കൊണ്ടുവന്നു. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൊണ്ടുവരുന്നു, സംസ്ഥാന കമ്മിറ്റി കൊണ്ടുവരുന്നു, സെക്രട്ടറിമാരാക്കുന്നു. പിന്നെ വസീഫ് എന്ന് പറഞ്ഞ ഒരാളിനെ പിടിച്ചിട്ട് അവിടെ എന്താണ്, വയനാട് വസീഫല്ല, വയനാട് റഫീഖ് എന്ന് പറഞ്ഞു, വയനാട് ഒരു ചെറുപ്പക്കാരനെ പിടിച്ച് ജില്ലാ സെക്രട്ടറി ആക്കുന്നു. അങ്ങനെ റഹീമിനെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആക്കുന്നു. അങ്ങനെ വലിയ ആവേശം ഉണ്ടാക്കി. ഇതെല്ലാം മുഹമ്മദ് റിയാസും താങ്കളുടെ മരുമകനായപ്പോൾ താങ്കൾ എടുത്തൊരു സ്ട്രാറ്റജിയാണ്. ഏതെങ്കിലും പോളിറ്റ് ബ്യൂറോ മെമ്പറോ കേന്ദ്ര കമ്മിറ്റി അംഗമോ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളോ ജയിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കല്ലേ മന്ത്രിസ്ഥാനം കൊടുക്കുന്നത്? അവർ അങ്ങനെ നിൽക്കുമ്പോൾ, KK ശൈലജ അടക്കമുള്ള ആളുകൾ അങ്ങനെ നിന്നപ്പോൾ മുഹമ്മദ് റിയാസിന് മന്ത്രിസ്ഥാനം കിട്ടുമോ? താങ്കളുടെ മരുമകനല്ലായിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും കിട്ടത്തില്ല. ഇനി താങ്കൾക്ക് മറ്റൊരു ബന്ധം കൂടിയുണ്ട്, അതും കൂടി പറയണം. ലാവ്ലിൻ കേസിന് ക്രൈം നന്ദകുമാറിൻ്റെ ഓഫീസിൽ കയറി സകല ഡോക്യുമെൻറ്റും എടുത്ത് കത്തിച്ചതിൽ അന്നത്തെ DYFIയുടെ നേതാവായിരുന്ന മുഹമ്മദ് റിയാസിന് വലിയ പങ്കുണ്ട്. മുഹമ്മദ് റിയാസിൻ്റെ വാപ്പയാണ് അന്നത്തെ കോഴിക്കോട്ടത്തെ കമ്മീഷണറേറ്റ് SPO DOSPO ആണ്. IPS അല്ല, അതിന് താഴെയുള്ള പോസ്റ്റാണ്. ആ കേസ് തേച്ചുമാച്ച് കളഞ്ഞത് കൂടി കൊണ്ടാണ് ലാവ്ലിൻ കേസ് ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് പോകാൻ പോകുന്നത്. ഒരുപാട് ഡോക്യുമെൻറ്റുകൾ നന്ദകുമാർ ഇത് 1000 വട്ടം പറഞ്ഞതാണ് ചാനലുകൾ. അദ്ദേഹത്തിൻ്റെ ഓഫീസ് തല്ലി തകർത്ത് മുഴുവൻ ഡോക്യുമെൻറ്റും കത്തിച്ചു കളഞ്ഞ കാര്യം. ബാക്കിയുള്ളത് എടുത്തുകൊണ്ട് പോയി. ആ എടുത്തുകൊണ്ട് പോയ ഡോക്യുമെൻ്റ് എന്തെങ്കിലും മുഹമ്മദ് റിയാസിൻ്റെ കയ്യിലുണ്ടോ എന്നതും വളരെ കൃത്യമായൊരു ചോദ്യമാണ്. അടുത്ത ചോദ്യം, താങ്കൾ പറഞ്ഞു 70 വയസ്സ് കഴിഞ്ഞ ആളുകളെ തട്ടുമെന്ന് പറഞ്ഞിട്ട് താങ്കൾക്ക് ഇപ്പോൾ എത്ര വയസ്സായി? 2 പ്രാവശ്യം മന്ത്രിയായിരുന്ന ആളുകളെ തട്ടുമെന്ന് പറഞ്ഞിട്ട് താങ്കൾ 2 പ്രാവശ്യത്തിൽ കൂടുതൽ മുഖ്യമന്ത്രി, എത്ര പ്രാവശ്യമായി താങ്കൾ MLA? ഇപ്പോൾ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ താങ്കൾ നയമുണ്ടാക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് ആശയമുണ്ടാക്കുന്നത്, ആദർശമുണ്ടാക്കുന്നത്, തത്വങ്ങൾ ഉണ്ടാക്കുന്നത്? താങ്കൾ സുധാകരനെ വിളിച്ചു എന്ന് പറയുന്നത് സുധാകരൻ പച്ചയ്ക്ക് പറയുന്നു എന്നെ ആരും വിളിച്ചിട്ടില്ല എന്ന് പറയുന്നു. സുധാകരൻ പറയുന്ന അധികാരമോഹം കൊണ്ട് സുധാകരൻ പോയതാണോ? സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന്, സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് എങ്ങനെയാണ് സുധാകരൻ ഒരു ജില്ലാ കമ്മിറ്റിയിലേക്കും ബ്രാഞ്ച് കമ്മിറ്റിയിലേക്കും പോയത്? ഒരു പരിപാടിക്കും തന്നെ വിളിക്കുന്നില്ല എന്ന് സുധാകരൻ അഹോരാത്രം പരാതികൾ ഒരുപാട് പറഞ്ഞിട്ട് KPCCയുടെ പ്രിയദർശിനി പബ്ലിക്കേഷൻ്റെ പബ്ലിക്കേഷൻ ഇറക്കിയ ബുക്സിൻ്റെ പ്രകാശനത്തിൽ പോയി വരെ പരാതി പറഞ്ഞിട്ട് അത് മുഖ്യമന്ത്രി അറിഞ്ഞില്ലയോ? അവിടുത്തെ കൊച്ചു DYFIയിലെ SFIയിലെ 4-കിട പിള്ളേർ വരെ ഫേസ്ബുക്കിൽ ഇട്ടുകൊണ്ട് പിന്നെ G സുധാകരൻ്റെ തെറി പറഞ്ഞപ്പോൾ താങ്കൾ എവിടെ പോയിരുന്നു?
PK ശ്യാമള എന്ന് പറയുന്ന വനിതയ്ക്ക് ME ഗോവിന്ദൻ്റെ ഭാര്യ അല്ലെങ്കിൽ അവിടെ സീറ്റ് കിട്ടുമോ, അതിനുള്ള സമയമായോ, സമയമായോ എന്നുള്ളതാണ്. കിട്ടും ഭാവിയിൽ. എങ്ങനെയാണ് ആർ ബിന്ദുവിന് മന്ത്രിയാകുന്നത്? ഇതെല്ലാം താങ്കൾ എന്ന വ്യക്തി, വീണ ജോർജ് എങ്ങനെയാണ് സ്ഥാനാർത്ഥിയാകുന്നത്, എങ്ങനെയാണ് മന്ത്രിയാകുന്നത്? ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചിരപരിചിതമായി എപ്പോഴെങ്കിലും നടക്കുമോ? ഞാനല്ലത് പറയേണ്ടത്, കമ്മ്യൂണിസ്റ്റുകാരൻ. ഇതിനെ ന്യായീകരിക്കുന്ന കുറേ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. അവരെ പാർട്ടിയിലെ കാര്യമെങ്കിലും അവർ തീരുമാനിക്കട്ടെ എന്നൊക്കെ പറയുന്ന ന്യായീകരണ തൊഴിലാളികളുണ്ട്. ക്യാപ്സൂൾ കഴിച്ചു കിടക്കുന്നവരുണ്ട്. സ്വയം ചോദിച്ചാൽ മതി, നമ്മളോടൊന്നും ചോദിക്കണ്ട. എന്തെങ്കിലും തത്വം, എന്തെങ്കിലും അധിഷ്ഠിതമുണ്ടോ? ശബരിമല കേസിൽ എത്ര പ്രാവശ്യം കാലുമറിഞ്ഞു, എത്ര പ്രാവശ്യം മലക്കം പറഞ്ഞു? എന്തെങ്കിലും തത്വമുണ്ടോ? ന്യൂനപക്ഷ വർഗീയത, ഭൂരിപക്ഷ വർഗീയത എന്ന് പറഞ്ഞ് സകലവരെയും പ്രീണിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുപോവുകയല്ലേ. ഏതെങ്കിലും കാര്യത്തിലൊരു തത്വാധിഷ്ഠിത നിലപാടുണ്ടോ? കേരളത്തിൽ ഏറ്റവും നല്ല ഹോസ്പിറ്റൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അമേരിക്കയിൽ ഇപ്പോൾ ചികിത്സിക്കുന്നില്ലേ? കേരളത്തിൽ ഏറ്റവും നല്ല കോളേജുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മകളെ പഠിപ്പിച്ചത് കോയമ്പത്തൂരിലെ, അതും അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട്, അമ്മ നടത്തുന്ന ദൈവം നടത്തുന്ന കോളേജിൽ കൊണ്ടല്ലേ പഠിപ്പിച്ചത്? മകളുടെയും മകൻ്റെ കേസിലെ പേരിലൊക്കെ എന്തുമാത്രം കേസാണ് വന്നത്? ഞാൻ ഇതൊക്കെ ചോദിക്കുന്നത് പിണറായി വിജയൻ എന്ന വ്യക്തിയോടല്ല. പിണറായി വിജയൻ എന്ന വ്യക്തി എങ്ങനെ ജീവിച്ചാലും ഞങ്ങളെ സംബന്ധിച്ചോ പൊതുസമൂഹത്തിനോ ഒരു വിഷയമില്ല, ഞങ്ങൾക്ക് അഭിപ്രായമില്ല. പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമ്പോൾ, പൊതുഖജനാവിലെ പണമെടുത്ത് ജീവിക്കുമ്പോൾ, പൊതുഖജനാവിലെ ഞങ്ങളും നാട്ടുകാരുമൊക്കെ അടയ്ക്കുന്ന, നിങ്ങളുമൊക്കെ അടയ്ക്കുന്ന ടാക്സ് എടുത്തുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ അതിൽ ചോദിക്കാതിരിക്കാൻ കഴിയില്ല ചോദ്യങ്ങൾ. എന്ത് തത്വമാണ് താങ്കൾ പാർട്ടിക്കകത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? അതോറിറ്റേറിയനിസവും ഡിക്റ്റേറ്റർഷിപ്പും അല്ലേ ഇതിനകത്ത് നടക്കുന്നത്? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ മിസ്റ്റർ പിണറായി വിജയൻ സാർ, താങ്കൾ AKG സെൻറ്ററിൻ്റെ ഉദ്ഘാടനം നടന്നു, 2ാം ബിൽഡിങ്ങിൻ്റെ. ആ ബിൽഡിങ്ങിൽ പണിയുമ്പോൾ കുറച്ച് പേര് ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. 3ാമത്തെ നിരയിലായിട്ടാണ് MA ബേബി നിൽക്കുന്നത്. MA ബേബി അപ്പോൾ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയി കഴിഞ്ഞു. താങ്കൾ തന്നെ മുറിച്ചോളൂ നാടാ, പക്ഷേ മിസ്റ്റർ ബേബി ഒന്ന് കയറി നിൽക്കൂ, ബേബിയും കൂടെ ഒന്ന് കയ്യിലൊന്ന് തൊട്ടോളൂ, അല്ലെങ്കിൽ മുറിച്ചതിന് ശേഷം ബേബിയുടെ കയ്യിൽ കൊടുത്തിട്ട് ബേബിയും കൂടെ ഒന്ന് പകുതി കട്ട് ചെയ്തല്ലേ, ബേബിയും കൂടെ ഒന്ന് കട്ട് ചെയ്യൂ. ഇതൊക്കെ സംഭവിക്കുമോ പിണറായി വിജയൻ സാറേ? താങ്കൾ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയെ അനുവദിക്കുമോ? താങ്കൾ ജനറൽ സെക്രട്ടറിയുമായി വേറൊരു MA ബേബി ഇത് ചെയ്തെങ്കിൽ താങ്കൾ അനുവദിക്കുമോ? ഒരു കാരണവശാലും അനുവദിക്കത്തില്ല. വളരെ കൃത്യമായി ഒരു രാജാധികാരത്തിൻ്റെ, സ്വേച്ഛാധിപത്യത്തിൻ്റെയും ജനാധിപത്യ വിരുദ്ധതയുടെയും ആൾരൂപമായി നിന്നിട്ട് താങ്കൾക്ക് എങ്ങനെയാണ് യാതൊരു ഉളുപ്പുമില്ലാതെ ചാനലിൽ വന്നിരുന്നത് വർത്തമാനം പറയുന്നത്? അവിടെ താങ്കളോടല്ല പരിതാപവും സങ്കടമുള്ളത്, താങ്കളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ശ്രീകണ്ഠൻ നായരോടും സിന്ധു സൂര്യകുമാറിനോടും സുജയ പാർവതിമാരോടുമാണ് ഞങ്ങൾക്ക് കലിപ്പുള്ളത്. അവർ ഈ നാടിൻ്റെ ശാപമാണ്. അല്ലെങ്കിൽ താങ്കളെപ്പോലൊരാളിനെ ഉളുപ്പില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന് നിശബ്ദമായിരുന്ന് പകരമൊരു ചോദ്യം ചോദിക്കാൻ കഴിയാത്ത ഷണ്ടത്വം ബാധിച്ച ജേർണലിസ്റ്റുകളുടെ ലോകമാണ് ഇതെന്നറിയുന്നതിൽ വിഷമമുണ്ട്. ശ്രീകണ്ഠൻ നായരെ സോറി, സിന്ധു സൂര്യകുമാർ സോറി, സുജയ പാർവതി സോറി. ഇനി ആരെങ്കിലും ഇൻ്റർവ്യൂ നടത്തുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും സോറി. നിങ്ങൾ ജേർണലിസത്തിൻ്റെ ഷണ്ടത്വം ബാധിച്ചവരാണ്. നിങ്ങൾ മുഖത്ത് നോക്കി ചോദിക്കണ്ടേ? 70 വയസ്സ് കഴിഞ്ഞവരെ മാറ്റി ചെറുപ്പക്കാരെ കൊണ്ടുവരുമ്പോൾ താങ്കൾ എങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്നത്? മരുമകനല്ലാത്തായിരുന്നെങ്കിൽ, മുഹമ്മദ് റസ ആയിരുന്നെങ്കിൽ, മരുമകനല്ലായിരുന്നുവെങ്കിൽ താങ്കൾ ഇതുപോലെ മന്ത്രിയാവുമായിരുന്നു. മറ്റൊരാളിനാക്കിയോ? എൻ്റെ ഷംസീറിന് വീണ്ടും സീറ്റ് കൊടുത്തില്ല എന്നുള്ള ചോദ്യം ഉൾപ്പെടെ നിങ്ങൾ ചോദിക്കുമായിരുന്നു. എൻ്റെ ശ്രീമതി ശൈലജ ടീച്ചറിനെ മന്ത്രിയാക്കിയില്ല, എന്തുകൊണ്ട് തോമസ് ഐസക് ഇപ്പോഴും മഴയത്ത് നിൽക്കുന്നു? നിങ്ങൾ ചോദിച്ചോ? നിങ്ങൾക്കത് ചോദിക്കാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ മുട്ട് ഇടിക്കും, ചിലപ്പോൾ അടിവസ്ത്രം നനയും.